ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് ചേച്ചിയിട്ട് എടുത്തേക്കാം. എൻ്റെ സിസ്റ്ററിൻ്റെ വീടല്ല, സിസ്റ്ററുടെ ഫ്ലാറ്റ് ഇവിടെ കൊച്ചിയിലുണ്ട്. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ യെസ്, ഞാൻ പോവാണ് ഗൈസ്. ഞാൻ എൻ്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറിയത്. അപ്പോഴത്തേക്കും വിചാരിച്ചു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. യെസ് ഗൈസ്, ഇപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി. ഇവിടെ ഒരു മഞ്ഞച്ചിരിക്കുന്നു. ഇവിടെ ഫുള്ളൊരു യെല്ലോ ലൈറ്റ്. അപ്പോൾ ഞാനിപ്പോൾ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലെത്തും. എന്നിട്ട് സർപ്രൈസ് ചെയ്യാം അവരെ. അപ്പം ഞാനിവിടെ ഫ്ലാറ്റിലെത്തി കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ന്യൂ ഇയറിനൊക്കെ ചെയ്തിരിക്കുന്ന കുറച്ച് ഡെക്കോറാണിത്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യലാണ് എൻ്റെ പണി. പിന്നെ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് അവൾ ക്യാമറയിലൊക്കെ എങ്ങനെയോ വന്ന് പെട്ടു. ജസ്റ്റ് കോല് നോക്കേണ്ട വീട്ടിലെ കോലമാണ്. പിന്നെ ഞാനിങ്ങനെ അവർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടായിരുന്നു ഇരുന്നത്. പക്ഷെ അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ ശരിക്കും പറ്റിയില്ല. കാരണം എൻ്റെ പ്ലാൻ കുറച്ച് ഫ്ലോപ്പായി പോയി ഗൈസ്. അതെന്ന് വെച്ചാൽ ഞാൻ നോർമലി വരുന്ന റൂട്ടല്ല ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് എൻ്റെ റൂട്ട് എവിടെയോ തെറ്റിപ്പോയി. പിന്നെ ഞാൻ ഫ്ലാറ്റിൻ്റെ ആ ഒരു വേറൊരു വഴി വന്നതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റിൻ്റെ കറക്റ്റ് ആ റൂട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഡ്രൈവർ ചേട്ടനെ കുറേയല്ല അത്യാവശ്യം കുറച്ചിട്ട് ബുദ്ധിമുട്ടിച്ചു. അപ്പം അങ്ങനെ എനിക്ക് റൂട്ട് മനസ്സിലാവാഞ്ഞത് കാരണം ഞാൻ ലാസ്റ്റ് ചേച്ചിനെ വിളിച്ചിട്ട് തന്നെ ഞാൻ അവളുടെ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ലൊക്കേഷൻ അവളുടെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മേടിച്ചു ഗൈസ്. അപ്പോൾ തന്നെ അവൾക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇല്ല, ഞാൻ വരുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അവൾക്ക് കൊച്ചിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് അവൾക്ക് മനസ്സിലായി ഏകദേശം. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഫോൺ ഞാൻ അതേ പടിഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങളൊരു ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫിലിം എല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത് TV തന്നെ പറഞ്ഞിട്ട് കണ്ടു. ഗുഡ് നൈറ്റ് പറയാം.